നമുക്കെല്ലാം തന്നെ നമ്മുടേതായ സത്യങ്ങളുള്ളവരാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം തന്നെ നമ്മുടേതായ സത്യങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ്. പ്രകൃതിക്ക് ഒരു സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ സത്യത്തെ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? അത് മറയ്ക്കുന്നത് എന്താണ്? ഇതാണ് ഇന്നത്തെ വിഷയം. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: Nature's patterns and arrangements are the true reality beyond human perception. പ്രകൃതിയുടെ സത്യം. സത്യം നമ്മുടെ കാഴ്ചപ്പാടിലോ വിശ്വാസങ്ങളിലോ അല്ല, പ്രകൃതി രൂപപ്പെടുത്തിയിരിക്കുന്ന വിധാനങ്ങളിലും വിന്യാസങ്ങളിലുമാണ്. അഹം, പരിചയം, മുൻവിധികൾ എന്നിവ സത്യത്തെ മറയ്ക്കുന്ന കണ്ണാടികളാണ്. ആ കണ്ണാടികൾ നേർത്തതാകുമ്പോൾ പ്രകൃതിയുടെ യഥാർത്ഥ ക്രമവും പരസ്പര ബന്ധവും ധർമ്മവും വെളിപ്പെടുന്നു. മനുഷ്യകേന്ദ്രിതമായ കാഴ്ചയിൽ നിന്ന് പ്രകൃതി കേന്ദ്രിതമായ കാഴ്ചയിലേക്ക് വളരുന്നതാണ് യഥാർത്ഥ ജ്ഞാനവും ജീവിത വികാസവും. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ദിനം, സന്തോഷകരമാവട്ടെ, സഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. സത്യം. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു അടിസ്ഥാനം എന്ന രീതിയിൽ ഇതാണ് സത്യം എന്ന് പറയുന്നവരാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. സത്യം എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ കാഴ്ചയിലാണ് നമ്മൾ കാണാറ്. നമ്മൾ കാണുന്നതനുസരിച്ച് ഇതാണ് സത്യം, നമ്മൾ വിശ്വസിക്കുന്നതനുസരിച്ച് ഇതാണ് സത്യം. പക്ഷെ അവിടെയാണോ സത്യം? പ്രകൃതി തത്വശാസ്ത്രം പറയുന്നതനുസരിച്ച് സത്യം എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചയിലല്ല, പ്രകൃതിയുടെ വിന്യാസത്തിലാണ് എന്നതാണ്. ഇവിടെ ലോകത്ത് ഓരോരുത്തരും വ്യത്യസ്തമായിട്ടാണ് ഈ ലോക സംവിധാനത്തെ കാണുന്നത്, വ്യവഹാരങ്ങളെ കാണുന്നത്. അപ്പോ ഓരോരുത്തരും കാണുന്ന ഇടം, കാണുന്ന രീതി, കാണുന്ന കണ്ണട, കാഴ്ച, ഇവയെല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ മാറും, ഓരോരുത്തരും നോക്കുന്നതനുസരിച്ച് കാഴ്ചകൾ മാറും. പക്ഷെ കാണുന്നത് എന്തിനെയാണ്? അത് പ്രകൃതിയുടെ ക്രമത്തെയാണ്. അത് മാറുന്നില്ല, അതങ്ങനെ തന്നെയാണ്. മാറുന്നില്ല വെച്ചാൽ കാണുന്ന സമയത്തെ കാഴ്ച, കാണുന്ന സമയത്ത് പ്രകൃതിക്കുള്ള ക്രമം അത് മാറില്ല, അതൊന്ന് തന്നെ. പക്ഷെ അതിനെ രണ്ടുപേർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒന്നിലധികം പേർ കാണുമ്പോൾ ആ നിൽക്കുന്ന കാഴ്ചയുടെ, ആ നിൽക്കുന്ന ഇടത്തിനനുസരിച്ച്, കാഴ്ചക്കനുസരിച്ച് അത് മാറുന്നു. അവിടെ നമുക്ക് കാണുന്ന കാഴ്ചക്കനുസരിച്ച് അഭിപ്രായമുണ്ടാവും. അഭിപ്രായം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തെ ആധാരമാക്കി. അത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. അനുഭവം എന്നുള്ളത് അനുഭവിക്കുന്ന ആ ഒരു ഈവന്റ് ആയിക്കോട്ടെ, അതിനെ റിസീവ് ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ ധരിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ഇതല്ല സത്യം. പ്രകൃതി രൂപപ്പെടുത്തിയ ബന്ധങ്ങളുണ്ടല്ലോ, അതാണ് സത്യം. പ്രകൃതി കേന്ദ്രിതമായ കാഴ്ചയാണ് ജ്ഞാനത്തിന്റെ അടിസ്ഥാനം എന്ന് ഒളിമ്പസ് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ഈ സത്യത്തെ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കൽപ്പന, നമ്മുടെ അകത്തെ കൽപ്പന എന്ന് പറയുന്നത്. ഇപ്പോ കല, സാഹിത്യം എന്നിവയൊക്കെ ജീവിതത്തെ പല പ്രതീകങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവിടെ കഥാപാത്രങ്ങൾ, പലതരം കഥാപാത്രങ്ങളുണ്ട്. അവ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവര് വളരെ അകലെയാണെങ്കിൽ നമുക്ക് അവരെ വിലയിരുത്താൻ എളുപ്പമാണ്. കാരണം വെച്ചാൽ ദൂരെയാണ്, നമ്മൾ കാണുന്ന ഒരു ഫ്രെയിമിലിട്ട് അവരെ കണ്ടാൽ മതി. ആ അകലം കൂടുന്തോറും, നമ്മളിൽ നിന്ന് എത്ര ദൂരത്തേക്ക് പോകുന്നു അത്ര കൂടുന്തോറും അവിടെ നമുക്കിടയിലുള്ള വികാരം, അവരെ കുറിച്ചുള്ള നമ്മുടെ ജഡ്ജ്മെന്റ് ഇതൊക്കെ ലളിതമാകും. അപ്പോ സൃഷ്ടി എന്നുള്ളത് ആസ്വാദനമാകും, അനുഭവമാകില്ല. അതുകൊണ്ടാണ് സിനിമ കാണുമ്പോൾ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നത്. അത് അനുഭവമല്ല, അതിന്റെ റിയാലിറ്റി ആയിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. അവിടെ കൽപ്പനയാണ് ഉണ്ടാവുന്നത്. ഇവിടെ കല ഉപയോഗിക്കുന്നത് ഈ അവിടെ ഉണ്ടായ ഒരു റിയാലിറ്റിയെ കുറിച്ചുള്ള കൽപ്പനയെ പ്രേഷണം ചെയ്യാനാണ്, നമ്മിലേക്ക് സന്നിവേശിക്കാനാണ്. അത് ദൂരെ നിന്നാണ് നമ്മൾ കാണുന്നത്, അതിന്റെ അകത്തേക്ക് ചെല്ലുന്നില്ല, ആ അനുഭവങ്ങളിലേക്ക് ചെല്ലുന്നില്ല. പക്ഷെ നമുക്കത് ഉള്ളതായി തോന്നും. അതുകൊണ്ട് അത് സത്യമാണെന്ന് നമ്മൾ ധരിക്കും. കാരണം അത് അനുഭവമല്ല, അത് ഒരു അവതരണമാണ്, അതിന്റെ ആസ്വാദനമാണ് നമ്മൾ ചെയ്തത്. ഈ ദൂരമുണ്ടല്ലോ, ദൂരം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ മുകളിലുള്ള നമ്മുടെ ജഡ്ജ്മെന്റിലെ മാറ്റം വരും.
മാറ്റം വരുന്ന വെച്ചാൽ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം വരെ നമ്മൾ അതേപോലെ റിസീവ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അതിലുള്ള ഇമോഷൻസ്, അതിലുള്ള റിയാലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് വളരെ ദൂരെയാണ്. ഇതിപ്പോ ഈ കഥാപാത്രം നമ്മളാകുന്നിരിക്കട്ടെ, സിനിമയിൽ കാണുന്ന കഥാപാത്രമല്ല, കഥാപാത്രം നമ്മളാകുകയാണെങ്കിലോ അവിടെ നമുക്ക് മാറ്റം വരും. ഇപ്പോ ഒരാൾക്ക് ഒരു അപകടം പറ്റുന്നു എന്നുള്ളൊരു അവസ്ഥ അയാൾക്ക് പറ്റുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. അത് നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് പറ്റുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അത് നമുക്ക് പറ്റുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഭീതിതമാകും, അല്ലെ? നമുക്ക് മറ്റുള്ളവരുടെ തെറ്റ് പെട്ടെന്ന് കാണാൻ പറ്റും. നമ്മുടെ തെറ്റ് നമുക്ക് കാണാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കാണാനും ബുദ്ധിമുട്ടാണ്, കണ്ടു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ അഹമുണ്ടല്ലോ, ഞാൻ എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടല്ലോ, അഹം അതിനെ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവിതത്തിന്റെ പാറ്റേണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ എന്നുള്ള ഭാവത്തെ, ഞാൻ എന്നുള്ള ഏകകത്തെ, അതിനെ സംരക്ഷിക്കാൻ അഹം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം ഈ അഹത്തെ വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യത്തെ വിധിക്കുന്ന സമയത്ത് ഈ അഹം എന്നുള്ള കൽപ്പനയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെയും അനുഭവം എന്നുള്ളത് ആഴത്തിലാവില്ല. കാരണം അഹമാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ നേരെ കഴിയില്ല, കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല. അപ്പോ അനുഭവം ഒരു ആഴത്തില് കൃത്യമായിട്ടുള്ള അനുഭവം ആഴമുണ്ടാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ജഡ്ജ്മെന്റ് സ്മൂത്ത് ആയിട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ ആ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ ജഡ്ജ് ചെയ്യാനൊന്നും കഴിയില്ല, അനുഭവമില്ല, അഹത്തിന്റെ കൽപ്പനയിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. ഈ അഹത്തിന്റെ കൽപ്പനയിൽ നിന്നും ആത്മദർശനത്തിലേക്ക് നമ്മൾ മാറുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള പഠനം കൃത്യമായിട്ട് ആരംഭിക്കുക. അതുവരെയും അഹം എന്നുള്ളത് സത്യത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. കാരണം സത്യം എന്നുള്ളതിനെ അംഗീകരിക്കാൻ അഹം റെഡിയല്ല. സത്യം പലപ്പോഴും നമ്മുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായിരിക്കും, അല്ലെ? അത് റിയാലിറ്റി എന്നുള്ള രീതിയിൽ നമ്മുടെ മുമ്പിൽ വരുന്നില്ല. ഈ നമുക്ക് അങ്ങനെ റിയാലിറ്റി എന്നുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. അപ്പോ അഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ ഒരു എതിർപ്പായിട്ട് എക്സ്പ്രസ് ചെയ്യും. നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അതായത് പലപ്പോഴും നമ്മൾ സത്യത്തെയല്ല, സ്വന്തം അസൗകര്യത്തെയാണ് നമ്മൾ ഈ സംരക്ഷിക്കുന്നത്. നമ്മുടെ ഇൻകൺവീനിയൻസ് ഉണ്ടല്ലോ, ആ ഇൻകൺവീനിയൻസിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത്. എപ്പോഴും അഹം എന്നുള്ളത് ആ ചേഞ്ചിനെ പേടിക്കുന്ന ഒന്നാണ്. ഒരു ചെറിയ കൂടാണ് നമ്മൾ, ഈ വലിയ പ്രപഞ്ചത്തിൽ ചെറിയൊരു കൂടാണ് നമ്മളല്ലേ. ഈ അഹം എന്നുള്ളത് നമ്മുടെ ഈ ഞാൻ എന്ന ചെറിയ കൂടിന്റെ ഒരു സംരക്ഷകനായിട്ട് നിൽക്കും. ബോധമാകട്ടെ ഈ മഹാകൂടിന്റെ, വലിയ കൂടിന്റെ വീക്ഷിതനാണ് അല്ലെങ്കിൽ ദർശകനാണ്, അതിനെ ദർശിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അഹം എന്ന് പറയുന്ന ആ ഒന്ന് ബോധത്തിൽ നിന്നും മാറിയാണ് നിൽക്കുന്നത്. അഹം എന്നുള്ളത് ഉള്ള ബോധം, അഹംബോധം എന്ന് പറയുന്നത് യഥാർത്ഥ ബോധത്തിൽ നിന്നും മാറിയാണ് നിൽക്കുന്നത്. യഥാർത്ഥ ബോധം അതായത് സഹജാവബോധം എന്ന് പറയുന്നത് യഥാർത്ഥ ആ മഹാകൂടിന്റെ ഒരു ദർശനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ അറിയുന്ന സമയത്ത് അഹം എന്ന് പറയുന്നത് ആ ചെറിയ കൂടിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഇതുപോലെ വേറൊരു സംഭവമാണ് പരിചയം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന്. നമ്മൾ ഇപ്പൊ ഒരു കാര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ പരിചയിക്കണം. ഒരു പട്ടിയെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആദ്യം അതുമായിട്ടൊന്ന് പരിചയത്തിലാകാം. പരിചയമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുരക്ഷിതത്വം തോന്നും. ഇതെനിക്കറിയാം, ഇതിനെക്കുറിച്ച് അറിയാമെന്ന് തോന്നും. പരിചയമില്ലാത്ത സാധനം അത് ശരിയല്ല. നമ്മളിപ്പോ ഒരിടത്ത് പോവുകയാണെങ്കിൽ അവിടെ ഒരാളുടെ കെയർ ഓഫിൽ അവിടെ പോകും. അയാൾക്ക് നമ്മളെ കുറിച്ച് അറിയണമെന്നില്ല, അവിടുത്തെ പ്രദേശങ്ങളിലെ കാര്യങ്ങൾ അറിയണമെന്നില്ല, നമുക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കാണുന്നില്ല, അയാൾ നല്ലവനായിക്കൊള്ളണം എന്നൊന്നുമല്ല. പക്ഷെ പരിചയക്കാരന്റെ കെയർ ഓഫ് പോയാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് പരിചയമായത് സുരക്ഷിതമാണ്, അപരിചിതമായത് ശരിയല്ല. അത് അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പൊ പുതിയ അറിവുകൾ വരികയാണെന്നിരിക്കട്ടെ, പുതിയൊരു തിരിച്ചറിവ് വരികയാണെന്നിരിക്കട്ടെ, അത് നമുക്ക് സുരക്ഷിതമായിട്ട് തോന്നില്ല, അത് തെറ്റാണെന്ന് തോന്നും. അതുകൊണ്ടാണ് പലപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. അത് ആദ്യം അത് എതിർപ്പ് നേടും. എപ്പോഴും ഈ ഒരു ശീലമുണ്ടല്ലോ മനുഷ്യന്, ഈ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ ബുദ്ധിമുട്ട്, പഴയ കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ പുതിയത് പഴയ എന്നുള്ള വ്യത്യാസമല്ല, മനുഷ്യന്റെ ശീലങ്ങൾക്കനുസരിച്ചല്ലേ പ്രകൃതി പ്രവർത്തിക്കുന്നത്.
അവിടുത്തെ റിയാലിറ്റി എന്നുള്ളത് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമ്മുടെ പരിചയത്തെക്കാളും എത്രയോ വലുതാണ്. നമ്മൾ പരിചയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അത് ഒരു ശരിയായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് മാത്രം. അപ്പോൾ പരിചയവും ഇതിനൊരു കാര്യമില്ല. പ്രകൃതിയിലെ ഈ റിയാലിറ്റി എന്ന് പറയുന്നത് നിൽക്കുന്നതൊക്കെ തന്നെ ആ പ്രകൃതിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, വിന്യാസം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്, റിലേഷൻഷിപ്പുകളുണ്ട്. ഇതുവഴിയാണ് പ്രകൃതിയിൽ എല്ലാം നിൽക്കുന്നത്. ഇത് ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, എല്ലാം തമ്മിലുള്ള ഒരു ജാലികയിലാണ്, പരസ്പരാനന്ദ ജാലിക എന്നാണ് പറയുക. എല്ലാം പരസ്പരം ക്രമീകരിക്കുന്ന ഒരു വല്ലാത്ത ജാലികയിലാണ്. ജാലിക എന്ന് വെച്ചാൽ നെറ്റ്വർക്കിലാണ് നിൽക്കുന്നത്. ഓരോ സത്തയും മറ്റൊന്നുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു. ഇതിന്റെ ഒരു വിധാനം എന്ന് പറയുന്നത് ഈ കണക്ടിവിറ്റിയാണ്, ബന്ധങ്ങളാണ്. അതിന്റെ ആ ഒരു വിന്യാസം എന്ന് പറയുന്നത് അവിടുത്തെ ഓരോ തരം പ്രവർത്തന ക്രമങ്ങളാണ്. ഇവയുടെ ആകത്തുകയാണ് സത്യത്തിൽ ജീവിതം എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ജീവിതം, പ്രകൃതിയുടെ ജീവിതം, പ്രാപഞ്ചിക ജീവിതം എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളുടെ, ഈ പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്ന വിധാനങ്ങളുടെ, വിന്യാസങ്ങളുടെ, പ്രവർത്തന തത്വങ്ങളുടെ ആകത്തുകയാണ് ജീവിതം എന്ന് പറയുന്നത്. അതായത് ഈ ബന്ധങ്ങളുടെ ശൃംഖലയാണെന്ന് പറയാം. ഇവിടെ നമ്മൾ ഈ സത്യത്തെ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് മനുഷ്യ കേന്ദ്രിതമായിട്ടുള്ള കാഴ്ച, ആന്ത്രോപോസെൻട്രിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ മനുഷ്യ കേന്ദ്രിത പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് ഈ പരിചയം, അതുപോലെ തന്നെ ഈ അഹം തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ കൽപ്പനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കുന്നത്. അത് ഹ്യൂമൻ സെൻട്രിക് ആണ്. നമ്മൾ പ്രകൃതി കേന്ദ്രിതമുള്ള കൽപ്പനകളിൽ നമ്മൾ കൺസ്യൂമറിസം മുതലുള്ള മത്സരം മുതലുള്ള ഒരുപാട് ആശയങ്ങൾ അതിനകത്തേക്ക് വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രകൃതിയുടെ ഒരു സൃഷ്ടി ഉണ്ടല്ലോ, പ്രകൃതിയുടെ ഒരു രൂപീകരണമാണ്, അതിൽ മനുഷ്യനാണോ കേന്ദ്രം? മനുഷ്യൻ നിരീക്ഷിക്കുന്നതുകൊണ്ട് അവന് കേന്ദ്രമായിട്ട് തോന്നുന്നു മാത്രം. മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ്. ആ പ്രകൃതിയുടെ ഘടനയെ, വിന്യാസത്തെ മനസ്സിലാകുമ്പോഴാണ് പ്രകൃതിയുടെ ആവശ്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. പ്രകൃതിയുടെ ആവശ്യങ്ങൾ മനസ്സിലാകുന്ന സമയത്താണ് നമ്മുടെ ധർമ്മം ജനിക്കുന്നത്. ഈ പ്രകൃതിയുടെ ആ ജാലിക ഉണ്ടല്ലോ, ആ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ജാലിക, സമഗ്രമായിട്ടുള്ള ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, അതാണ് സർവ്വജീവജാലങ്ങളുടെയും അടിത്തറ എന്ന് പറയുന്നത്. ഈ അടിത്തറയെ മനസ്സിലാക്കിയാലാണ് നമ്മുടെ ഉദ്ദേശത്തെ, നമ്മുടെ നിയോഗത്തെ, നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ പർപ്പസിനെ കൃത്യമായിട്ട് മനസ്സിലാവുക. അത് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ പ്രകൃതിയുടെ തുടർച്ചയാണ്, നമ്മളാണ് ഇനി അതിനെ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, പ്രകൃതി പ്രവർത്തിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഇതിനിടയിലാണ് ഈ അഹവും നമ്മുടെ പരിചയങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ തോന്നലുകളും നമ്മുടെ ശീലങ്ങളും ഒക്കെ നമ്മളെ ബാധിക്കുന്നത്. ഇത് റിയാലിറ്റിയിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുകയേ ഇല്ല. റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്തെങ്കിൽ നമ്മൾ ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള, അഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നമ്മുടെ ആ വീക്ഷണത്തിൽ മാറ്റം വരണം. അവിടെ നമ്മളും പ്രകൃതിക്കും ഇടയിൽ എന്താണോ നിൽക്കുന്നത്, ആ നിൽക്കുന്ന സാധനത്തിന്റെ പേരാണ് പറഞ്ഞ അഹം, അല്ലെങ്കിൽ വിശ്വാസം, അല്ലെങ്കിൽ പരിചയം, അങ്ങനെ അല്ലെങ്കിൽ അനുഭവം എന്നൊക്കെ പറയുന്നത്. ഇതാണ് ഈ പ്രകൃതിയും നമ്മൾക്കിടയിൽ നിൽക്കുന്നത്. ആ പ്രകൃതി എന്ന സത്യത്തെ നമ്മൾ ഇന്ന് വേർതിരിക്കുന്ന കാര്യം ഇതാണ്. ഈ കണ്ണാടി, അതിങ്ങനെ ഇതിലെ നോക്കി അതിലെ കാണുമല്ലോ, ആ കണ്ണാടി നേർത്തതാകണം, അതിന്റെ ഒരു തിക്നെസ് കുറയണം. അവിടെ വിശ്വാസങ്ങളുണ്ടെങ്കിൽ, മുൻവിധികളുണ്ടെങ്കിൽ സത്യത്തെ പൂർണ്ണമായിട്ടും മറയ്ക്കും. അതിന് മെച്ചപ്പെടുത്താനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ ആത്മപരിശോധനയാണ്. നമ്മുടെ ഈ കണ്ണാടി ശരിയാണോ, പ്രോപ്പറായിട്ടാണോ നമ്മൾ അതിനകത്തൂടെ കാര്യങ്ങളെ തീർക്കുന്നത്, അതോ നമ്മൾ ജഡ്ജ്മെന്റിലാകുന്നുണ്ടോ, നമ്മുടെ അഹം ഇതിനെ മറയ്ക്കുന്നുണ്ടോ എന്നുള്ളത്. അഹത്തിന്റെ ആ അളവ് കട്ടി കുറയും തോറും സത്യത്തിന്റെ മുഖം മെച്ചപ്പെട്ടു വരും, യാഥാർത്ഥ്യം തെളിഞ്ഞു വരും. അപ്പൊ പ്രകൃതിയെ മനസ്സിലാക്കുമ്പോൾ, പ്രകൃതി എന്ന് വെച്ചാൽ ഞാൻ അടക്കമുള്ള എനിക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ച സംവിധാനത്തെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ കാഴ്ചയിൽ കാണാൻ പഠിക്കണം. അതിന്റെ കാഴ്ച എന്ന് പറയുന്നത് അതെന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, ആ കണക്ഷൻസ് ഉണ്ട്, ഇതിൽ കാണാൻ പഠിക്കണം. അവിടെയാണ് ഒളിമ്പസ് പറയുന്നത് നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് പ്രകൃതിയുമായിട്ടുള്ള അനുരൂപനമാണ്, പ്രകൃതിയുടെ കാഴ്ചയിലേക്ക് നമ്മളെ വളരുന്നതാണ്. ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ അനുരൂപരമാണ്. അപ്പൊ നമ്മളെ മറ്റുള്ള റിയാലിറ്റിയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് വിശ്വാസം കൊണ്ടാകരുത്, കാഴ്ചപ്പാട് കൊണ്ടാകരുത്, ജഡ്ജ്മെന്റ് കൊണ്ടാകരുത്, കേവല അനുഭവങ്ങൾ കൊണ്ടാകരുത്. നമ്മൾ അതിലേക്ക് നമ്മളെ സന്നിവേശിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണോ ആ കാഴ്ചയിലേക്ക് വളരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം കിട്ടുക. അപ്പോൾ പ്രകൃതി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തുന്ന സത്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ അഭിപ്രായമല്ല എന്ന് മനസ്സിലാക്കുക.
പലതരം അഭിപ്രായങ്ങൾ, ശാസ്ത്രത്തിന്റെ അഭിപ്രായങ്ങൾ, മതത്തിന്റെ അഭിപ്രായങ്ങൾ, വേദങ്ങളുടെ അഭിപ്രായങ്ങൾ, പലതരം അഭിപ്രായങ്ങളുണ്ട്. പ്രകൃതിക്ക് യഥാർത്ഥത്തിൽ ഉള്ള ഒരു ക്രമമുണ്ട്. ആ ക്രമം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വിധാനത്തിലാണ്, വിന്യാസങ്ങളിലാണ്, പ്രകൃതിയുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലാണ്. അവിടെ അഹത്തിന്റെ ആ ബാരിയർ വെച്ചിട്ട് നമ്മളെ വേർതിരിച്ച് നിർത്തുന്നതിന് പകരം അഹത്തിന്റെ കട്ടി കുറച്ചിട്ട്, കട്ടി എത്രത്തോളം കുറയ്ക്കാൻ പറ്റും അതൊന്ന് നേർപ്പിച്ച് വന്നിട്ട് പ്രകൃതിയിലേക്ക് നമ്മളെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. അതിനെയാണ് ആത്മവികാസം എന്ന് പറയുക. അപ്പോ അതില് പ്രകൃതിയുടെ ഭാഷയിൽ നമ്മൾ അതിനെ വായിക്കാൻ തുടങ്ങും. നമ്മൾ ആത്മവികാസം ഉണ്ടായി, നമ്മൾ പ്രകൃതിയുടെ ഭാഷ മനസ്സിലാക്കുക, പ്രകൃതിയുടെ ഭാഷയിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴാണ് ജ്ഞാനം വിരിയുക. ആ പ്രകൃതിയുടെ ജ്ഞാനമാണ് മനുഷ്യ ജീവിതത്തിന്റെ ശരിയായിട്ടുള്ള ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. മനുഷ്യന്റെ വഴികാട്ടി ആ പ്രകൃതിയുടെ റിയാലിറ്റിയാണ്, പ്രകൃതിയുടെ സത്യമാണ്. അപ്പൊ അതിന് അഹം, നമ്മുടെ പരിചയം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ നോളജ് എന്ന് പറയുന്ന നമ്മൾ ആർജിച്ചു വെച്ചിട്ടുള്ള ചില ഡേറ്റകൾ, നമ്മളെ പ്രതീതമായി നമുക്ക് തോന്നുന്ന അനുഭവങ്ങൾ, ഇതിനെയൊക്കെ വിട്ടിട്ട് നമ്മൾ പ്രകൃതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കണം. സമഗ്രമായി ബന്ധങ്ങളുടെ, വിധാനങ്ങളുടെ, വിന്യാസങ്ങളുടെ, പ്രവർത്തന തത്വങ്ങളുടെ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയുടെ സത്യത്തെ തിരിച്ചറിയും, നമ്മളെ തിരിച്ചറിയും. ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതാണ് മനുഷ്യ കേന്ദ്രിത കാഴ്ചയിൽ നിന്നും പ്രകൃതി കേന്ദ്രിത കാഴ്ചയിലേക്കുള്ള ഒരു പരിവർത്തനം എന്ന് പറയുന്നത്. ഈ പരിവർത്തനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.